ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പേരുമേട് കല്ലാർ പുതുവല്ലിലെ കർഷകയായ ശ്രീമതി പുഷ്പറാണി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീമതി പുഷ്പറാണി എന്ന മാതൃകാ കർഷകയുടെ സമീപത്താണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചി എത്ര കാലമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു? 25 വർഷമായാലും. ചേച്ചി ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ? ഇല്ല, ഞാൻ വന്നിട്ട് ചിദംബരമായിരുന്നു. എസ്റ്റേറ്റിൽ പണിയായിരുന്നു. ഇവിടെ എന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ വന്നതാണല്ലേ? ഇവിടെ വന്നപ്പം വലിയ ഇടമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെ ഇച്ചിരി സ്ഥലം വാങ്ങിച്ചു. അന്നേരമൊക്കെ വരും പുല്ലുകാടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങളത് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുമായിരുന്നു, ഏലം വയ്ക്കുമായിരുന്നു. ആ സമയത്ത് എസ്റ്റേറ്റിലെ ജോലി ഉണ്ടായിരുന്നു. എസ്റ്റേറ്റിലെ ജോലി കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ പോയി പിന്നെയുള്ള സമയത്ത് വന്നിട്ട് ആ സമയത്ത് ഇവിടെ ഏലം ഉള്ള സമയമായിരുന്നോ? ആ ഏലം ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ആ സമയത്ത് ഏലം അല്ലാണ്ട് വേറെ എന്തെങ്കിലും അന്ന് ചെയ്യുന്നത്? അന്നേരം വരും മൊട്ടയായിട്ട് കിടക്കുമായിരുന്നു. ഞങ്ങൾ വെട്ടിത്തെളിച്ചിട്ട് ആദ്യം ഏലം വെച്ച് നല്ല വിളവെടുത്ത് വന്ന സമയത്തിൽ ഉരുള് വെട്ടുമായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനകത്ത് പകുതി തേയില വയ്ക്കുമായിരുന്നു. തേയില വെച്ച് അച്ചിരി ഏലം വെച്ച് അതിനകത്ത് തന്നെ പിന്നെ പണിയുമായിരുന്നു. ആ സമയത്തൊക്കെ ഏലം നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് അവിടെ ആറുണ്ട്. ആറ്റിയിരുന്ന് ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ പോയി വെള്ളമടിച്ച് കൊടുക്കും. പിന്നെ വൈകിട്ട് വേനൽക്കാലത്തിലൊക്കെ വെള്ളമടിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. അതിനുശേഷം പിന്നെ തേയില തുടങ്ങിയല്ലേ? അതിന് പിന്നെ തേയില തുടങ്ങിയായിരുന്നു. തേയിലക്കിടയ്ക്ക് പിന്നെ കുരുമുളകും ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് വെച്ച് ആരംഭമൊക്കെ കാപ്പിയും വെച്ചായിരുന്നു. കാപ്പിയും വെച്ച് അപ്പോൾ ഏല സീസൺ വരുമ്പോൾ ഏലക്ക എന്നോട്, അതല്ലാത്തപ്പോൾ പിന്നെ വേനൽക്കാലമൊക്കെ വരുമ്പോൾ തേയിലയും കുരുമുളകും അങ്ങനെ. ഇപ്പോൾ ഉള്ളത് ഏലം ഉണ്ട്, പിന്നെ കാപ്പി കുറച്ചേ ഉള്ളൂ, പിന്നെ തേയിലയും അങ്ങനെ ഉണ്ട്. അതിനിടയ്ക്ക് വാളയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. കുരുമുളക് ഉണ്ട്. ഇപ്പം എപ്പോഴും പോകാനുള്ള സമയം കാണത്തില്ല. അതുകൊണ്ട് കുരുമുളക് ഉണ്ട്, കുറച്ചേ ഉള്ളൂ. കുരുമുളക് പകുതി ഉണങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസമൊക്കെ ഉണങ്ങിപ്പോയായിരുന്നു. കഴിഞ്ഞ വേനലൊക്കെ ഉണങ്ങി. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ 2024 വേനല് ഭയങ്കര ഹൈ റേഞ്ചിൽ മൊത്തം ഉണങ്ങിപ്പോയൊരു ഇതായിരുന്നു. ചേച്ചിയുടെ കൃഷിയിൽ ഏതൊക്കെ കൃഷിക്കാണ് ആ ഉണക്ക് ബാധിച്ചതെന്ന് പറയാം? ഏലത്തിനൊക്കെ മൊത്തം ഉണങ്ങിപ്പോയായിരുന്നു. ഞങ്ങൾ രണ്ടാമത് പിന്നെ കഴിഞ്ഞ വർഷം വീണ്ടും തൈ വാങ്ങിച്ചു വെച്ചായിരുന്നു. പുതിയ തൈ വെച്ചു. അപ്പം ആ സമയത്ത് ആയിട്ടില്ല, അതിപ്പോ ആയി വരുന്നതേ. ഇപ്പൊ ഞങ്ങൾ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിനുള്ള സൗകര്യം ഇപ്പൊ എവിടെ നിന്നാണ്? ഞങ്ങൾക്ക് അവിടെ വെള്ളമുണ്ട്, തോടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ വേനലിന് ഈ തോട് പറ്റിപ്പോയിരുന്നോ? അതോ വെള്ളമില്ല, നാട്ടിലൊക്കെ വെള്ളമില്ല. ഭയങ്കര വെയിലല്ലായിരുന്നല്ലോ ആ സമയമെല്ലാം പറ്റിപ്പോയായിരുന്നു. ഇപ്പൊ നിലവില് വീണ്ടും നനച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങള് വെള്ളം ആറ്റിനകത്ത് തന്നെ കുഴി എടുത്തിട്ടിട്ടുണ്ട് വെള്ളം കെട്ടി കിടക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നനയ്ക്കുന്നുണ്ടോ? പുതിയ ഏലമുണ്ട്, ഇപ്പൊ നനച്ചു കൊടുക്കുന്നു. പിന്നെ വീട്ടിൽ ഇരുന്ന് വെള്ളം അടിച്ചോണ്ട് പോകും. ഈ ഏലത്തിനൊക്കെ പണിയാനൊക്കെ പുറത്തുനിന്ന് ആളുകളെ കിട്ടാറുണ്ടോ? അതോ എടുക്കാനൊക്കെ ആളെ വിളിച്ചോണ്ട് പോകും. കിട്ടാനുണ്ടോ? ആൾക്കാരെ ആളെ കൊണ്ടുപോകും. ഇപ്പം കിട്ടാൻ ഭയങ്കര പാടാണല്ലേ. എല്ലാം ഈ തൊഴിലുറപ്പ് പണിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടുതൽ അവിടെയേ പോവുള്ളൂ. എന്നാലും ആളെ വിളിച്ചോണ്ട് പോകും. ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോയി എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കൂടുതലായിട്ടും ചേച്ചിയും ഹസ്ബൻഡും തന്നെയാണ് കൂടുതൽ. ഇപ്പം ഇത്രയും ഞങ്ങൾ ഇത്തിരി 25 വർഷമായില്ലേ. ഇപ്പം എനിക്ക് ഇത്തിരി കാലും കൈക്ക് അസുഖമായി. അന്നേരത്തിന് ഭർത്താവും വേറെ ആളെ വിളിച്ചോണ്ട് പോയി ചെയ്യും. പിന്നെ ചെറുക്കൻ ഉണ്ട്, അവനെ ആളെ വിളിച്ചോണ്ട് പോയി ചെയ്യും. മോനും ഈ കൃഷിയിൽ തന്നെയാണ്, കാർഷിക മേഖലയിൽ തന്നെയാണ്. അവന് ഈ കൊളുന്തൊക്കെ
എടുത്ത് ഫാക്ടറി കൊണ്ട് കൊടുക്കുന്ന ജോലിയാണ് എൻ്റെ ജോലി. സാധാരണ രാവിലെ എത്ര മണി മുതൽ ഈ കാർഷിക പണിക്ക് പണിക്കുന്നു? നേരത്തെയൊക്കെ 8 മണിയായിരുന്നു, ഇപ്പോൾ 9 മണിയാകും പണിക്ക് ചെല്ലുമ്പോൾ. പണി ചെല്ലുമ്പോൾ 2-2:30 ആകുമ്പോൾ എല്ലാം കയറി വരും. അതിന്റെ ഒപ്പം തന്നെ ഒരു കടയും നടത്തുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ ഞാൻ പകൽ മൊത്തം കടയിലിരിക്കും. ഇപ്പം പറമ്പിൽ പോകുമ്പോൾ മാത്രം കട അടച്ചിട്ടിട്ട് കട എന്ത് കടയാണ്? പലചരക്കട, പലചരക്ക് കടയാണല്ലേ? പലചരക്കട, ചെറിയൊരു ചായക്കടയുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ കാർഷിക മേഖലയോടൊപ്പം തന്നെ ഒരു ഇതും ചെയ്യും. വ്യവസായം കൂടെ ചെയ്തുകൊണ്ട് ഞങ്ങൾ കട അടച്ചിട്ടിട്ട് രണ്ടുപേരും പോകും. ശരി. പോയിട്ട് ഒരു 3 മണിയാകുമ്പോൾ വീട്ടിൽ പകലൊന്നും ആരും ആളെ കാണത്തില്ല. 3 മണിക്ക് ശേഷം വീണ്ടും വന്ന് ഞങ്ങൾ കട നടത്തും. അങ്ങനെയാ പോയിട്ടുണ്ട്. കട തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഒരു 10 വർഷമായി. 10 വർഷമായി അത്ര ആയിട്ടുള്ളൂ. അതിനുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എസ്റ്റേറ്റിൽ വേല ചെയ്യാനും അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് എസ്റ്റേറ്റൊക്കെ അടയ്ക്കുകയൊക്കെ ചെയ്ത് നല്ല നടക്കാതെയൊക്കെ അടച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ പുതിയൊരു കട്ടിലൊക്കെ പണിക്ക് പോകുമായിരുന്നു. അന്നേരം പിന്നെ അവിടെയും ശരിക്കും ഇതില്ലാതെ കൊണ്ട് പിള്ളേരെല്ലാം പഠിക്കുമായിരുന്നു, അവരെ കെട്ടിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയായപ്പോൾ ഞങ്ങൾ വേറെ തന്നെ കൃഷിയോടൊപ്പം തന്നെ ഒരു വ്യവസായം കൂടെ ജയിപ്പിക്കാനായിട്ട് പറ്റിയല്ലേ? എനിക്ക് തോന്നുന്നു വനിതകൾക്ക് ഒരു മാതൃകയും കൂടെ ആണെന്ന് തോന്നുന്നു. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പിന്നെ ഏലത്തിനകത്ത് എന്തൊക്കെ അസുഖങ്ങളാണ് സാധാരണ വരുന്നുണ്ടല്ലേ? അതാണ് കൂടുതലായിട്ട് പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ തേയിലയില് ഈ ചുരുളപ്പൂച്ച് വരുന്നുണ്ട്. ഇടയ്ക്ക് വന്നാൽ പിന്നെ 3 മാസം കൊടുത്തേ കിട്ടത്തില്ല. ശരി. അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എക്കാലസ് മരുന്ന് വാങ്ങിച്ച് അടിക്കും തേയിലയ്ക്ക് അല്ലേ? തേയിലയ്ക്ക് കൊളുന്തെടുക്കാനായിട്ട് അതിനുള്ള തൊഴിലാളികൾ കിട്ടാനുണ്ടോ? കിട്ടുന്നുണ്ടല്ലേ? അല്ലേ ഉള്ളൂ. 2-3 പേരൊക്കെ വിളിച്ചോണ്ട് പോകും. 2-3 ദിവസമൊക്കെ എടുക്കും. ഇപ്പൊ എത്ര ദിവസം കൂടുമ്പോഴായിരിക്കും കൊളുന്തെടുക്കേണ്ടി വരുന്നത്? നേരത്തെയൊക്കെ 15 ദിവസമായിരുന്നു. ഇപ്പൊ 1 മാസത്തിലൊന്ന് എടുക്കുന്നത്. 1 മാസത്തിലൊന്ന്. 28 ദിവസം 27 ദിവസം ആവും കൊളുന്തെടുക്കും. അത് കൈകൊണ്ട് നുള്ളിയാണ് എടുക്കുന്നത് അതോ മറ്റേ കട്ടർ വെച്ചിട്ടാണ്, സിസർ വെച്ചിട്ടാണ് എടുക്കുന്നത് അല്ലേ? നേരത്തെയൊക്കെ കൈകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അന്നേരമൊക്കെ നമ്മൾ 15 ദിവസത്തിനാകും കൊളുന്തെടുക്കാമായിരുന്നു. ഇപ്പൊ ഈ സിസർ ഇട്ടപ്പോ മാസത്തിലൊന്ന് എടുക്കാൻ പറ്റും. വിളവ് അന്നേരം കുറവാണോ? വിളവ് കുറവാണ്. 1 മാസത്തിൽ ഒരു തവണ വെച്ച് നമുക്ക് കൈകൊണ്ട് എടുക്കുന്ന പോലെ ഇപ്പൊ കിട്ടത്തില്ല. കൈകൊണ്ട് എടുക്കുമ്പോഴാണെങ്കിൽ നല്ല കൊളുന്തും കിട്ടും, തണ്ടം കൊളുന്തും കിട്ടും. ഇപ്പം ഈ സിസർ ഇടുമ്പോൾ ചുമ്മാ 2 തിരിയായിട്ട് കൊളുന്തും നല്ല കിട്ടത്തില്ല. നമുക്ക് താമസമാണ്, കൊളുന്ത് കിട്ടാൻ താമസമാണ്. നമ്മള് നമ്മുടെ കൊളുന്ത് കച്ചവടം ചെയ്യുന്നതൊക്കെ എവിടെയാണ്? അതൊക്കെ ഇപ്പം ഇവിടെ അത്രയും ഫാക്ടറി ഇല്ലല്ലോ. മൊത്തത്തിലിപ്പം AVT അങ്ങനെ ഓരോ സ്ഥലം ദൂരെ ഉള്ളതൊക്കെ. അപ്പൊ അതിന് ഓരോരുത്തരും ഇവിടെ ഏജന്റുമാരുണ്ട്. നമ്മളിപ്പോ ഏജന്റുമാരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. നമ്മുടെ ചെറുക്കനാ പണിയാ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പൊ അവരെടുത്ത് AVTയിൽ അങ്ങനെ ഓരോ ഫാക്ടറിയിൽ കൊണ്ടുകൊടുക്കും. അത് ചില സമയത്തിലൊക്കെ ഒന്നും കാണത്തില്ല, കരിഞ്ഞു പോകാറുണ്ട്. അപ്പൊ ഈ വേനൽക്കാലത്ത് ഈ പറയുന്ന പോലെ എല്ലാ മാസം എടുക്കാൻ പറ്റുമോ? എല്ലാ മാസം എടുക്കാം. എന്നാലും 1 മാസം ആകും. അതെ അല്ലേ? 1 മാസം ആകും. വേനൽക്കാലത്ത് 1 മാസം. മഴക്കാലം വരുമ്പോഴും നല്ല മഴ വരുമ്പോൾ ചീക്കുണ്ടാകുമല്ലോ. മഴക്കാലം അടുപ്പിച്ച് പെയ്യുമ്പോൾ ഈ ചുരുള ചീക്കോട്ട് ഒരു വെള്ളയായിട്ട് കൊണ്ട് അന്നേരം ചീക്കുണ്ടാകും. അപ്പോഴും ഇതുപോലെ കൊളുന്തില്ലാതൊക്കെ വരും. ഇപ്പൊ കൊളുന്തിന്റെ വിലയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ തേയിലക്കൃഷി ലാഭകരമാണോ? അങ്ങനെ ഉണ്ട്. ചില സമയം ഒത്തിരി കൊളുന്ത് വരുമ്പോൾ ഇച്ചിരി വില കുറയും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ വേനൽ ഇപ്പൊ കഴിഞ്ഞ വേനൽ വന്നപ്പോൾ ഏലകൃഷി പോയെന്ന് പറഞ്ഞു. അതുപോലെ തേയിലയ്ക്ക് വേനൽ കൂടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. തേയില ഉണങ്ങിപ്പോവും. ശരി. തേയില വെയിൽ കൂടുമ്പോൾ ഇനിയിപ്പോൾ വെയിൽ വരുമ്പോൾ തേയില ഓരോ സ്ഥലത്തൊക്കെ ഉണങ്ങും.
അപ്പൊ അതിന് ഞങ്ങൾ കഴിഞ്ഞ നനച്ചു ദിവസം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? നനച്ചു കൊടുക്കും. വെള്ളം ഉണ്ടെങ്കിൽ നനച്ചു കൊടുക്കും. ആ സമയത്ത് കൊടുക്കും. ചിലപ്പോൾ ഈ ഏലത്തിന് അടിക്കുമ്പോൾ ഇതിനെ അടിക്കാൻ ചില സമയം പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം തേയില ഉണങ്ങിയിട്ട് ഞങ്ങൾ 10,000 തേയിലയ്ക്ക് വേളി വാങ്ങിച്ച് പിന്നെയും കൃഷി ചെയ്യുമായിരുന്നു. എത്രത്തോളം തേയില ഉണങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം 1000 തേക്ക് മേളി വേണ്ട വെച്ചു. ഇപ്പം അതൊക്കെ നനച്ചു കൊടുക്കുക. പിന്നെ തേയിലയ്ക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? വളം ഉണ്ടാകും. വളം യൂരിയ പൊട്ടാസ്യം ചെയ്യാറുണ്ട്. അത് ഒരു വർഷം ഒരു തവണയാണോ? അത് ഒരു വർഷത്തിൽ ഒന്നേ ഇട്ടിട്ടുള്ളൂ. ഈ തേയിലയുടെ ഇടയ്ക്ക് കളകളൊക്കെ ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. അപ്പം അത് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് ഞങ്ങൾ കള വീസും, പിന്നെ കാട്ടുചെടി എടുക്കും, പിന്നെ കളം മരുന്ന് അടിക്കും. കളം മരുന്ന് അടിച്ചു കൊടുക്കും. അത് ഒരുപാട് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാകും. ഒരു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ കള തന്നെയാ, മൊത്തം കാട്ടുചെടിയായിരിക്കും. അതെ അല്ലേ? അത് ഭയങ്കര പണിയാണ്. പിന്നെ തേയിലയ്ക്ക് കവാത്തൊക്കെ എടുക്കുന്നത് ഏത് സമയത്താണ്? അത് 5 വർഷം കൂടുമ്പോൾ. 5 വർഷം കൂടുമ്പോൾ കവാത്ത് എടുക്കും അല്ലേ? 5 വർഷം കൂടുമ്പോൾ കവാത്ത് കിട്ടും. കവാത്ത് എടുക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? 5 വർഷം ആകുമ്പം തേയില ഒത്തിരി വലുതാകും. അന്നേരം കൊളുന്ത് കെട്ടാൻ ഒത്തിരി താമസമാകും. പുതിയതുണ്ടായി വരാനായിട്ട്. പുതിയതുണ്ടായി വരാനായിട്ട് നമ്മൾ കവാത്ത് വെട്ടി വിടുവാണെങ്കിൽ ഒരു 60 ദിവസം ആകുമ്പോൾ വീണ്ടും നല്ല കൊളുന്ത് വരും. 60 ദിവസം കൊണ്ട് തന്നെ പുതിയത് എടുക്കാം. അപ്പം അതിപ്പം മെഷീൻ കൊണ്ടല്ലേ വെട്ടുന്നത്. നേരത്തെ കത്തി കൊണ്ടാണ്. ഇപ്പം മെഷീൻ ആക്കിയല്ലേ? ഇപ്പം എല്ലാം മെഷീൻ കൊണ്ടാണ് വെട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മെഷീൻ വെച്ചിട്ടാണോ? അത് നമ്മൾ ആളെ വേറെ ഇതിനു വേണ്ടി തന്നെ വേറെ ആൾക്കാരുണ്ട്. മെഷീൻ കൊണ്ട് വെട്ടാൻ തന്നെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അത് വെട്ടി കഴിയുവാണെങ്കിൽ ഒരു 60 ദിവസം ആകുമ്പോൾ അത് കൊളുന്താകും. അപ്പോൾ അന്നേരത്തിന് പിന്നെ 1 വർഷം 2 വർഷം നല്ല കൊളുന്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അന്നേരം നല്ല മരുന്ന് കടിക്കുമ്പോൾ നല്ല കൊളുന്ത് കിട്ടും. പിന്നും 2-3 വർഷം കഴിയുമ്പോൾ പഴയതുപോലെ സ്ലോ ആയിട്ട്. 5 വർഷം കൂടുമ്പോഴും 5 വർഷം കൂടെ വെട്ടും. അന്നേരം വെട്ടാറാകും. കാടങ്ങ് വളർന്നു പോകും. വലിയ തേയിലയാകും. അപ്പോൾ കൊളുന്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു ഒരുപാട് നാളിങ്ങനെ നമുക്ക് ഒരു ചെടി തന്നെ കവാത്ത് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? തൈ മാറ്റി വെക്കണമെങ്കിൽ ഒത്തിരി നാളാകും. അതെ അല്ലേ? ഇവിടെ കവാത്ത് 5 വർഷം കൂടി വെട്ടി വിടുവാണെങ്കിൽ നല്ല കൊളുന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. 5 വർഷത്തിൽ കൂടാണ്ട് വന്നാൽ മതി അല്ലേ? ഒരു 50 വർഷമൊക്കെ നമുക്ക് 50 വർഷമൊക്കെ ആകുമ്പോൾ തേയില പറിച്ചിട്ട് വേറെ തേയില വെക്കാം അല്ലേ? 50 കൂടുതൽ ആകും. അതെ. ഇവിടുത്തെ എസ്റ്റേറ്റിലൊക്കെ അതിൽ കൂടുതൽ കൂടുതലേ ആകും. ഇവിടെയൊക്കെ ഇരിക്കുന്ന തേയിലയൊക്കെ വർഷമൊക്കെ 100 വർഷത്തിന് മേളിലുള്ള തേയില അവിടെ ഇരിക്കുന്നതൊക്കെ. അതെ അല്ലേ? അത് ഈ പറയുന്ന പോലെ 5 വർഷം കൂടുമ്പോൾ അവർ ചെയ്യുന്നുണ്ടല്ലേ? ഏത് കാടാണെങ്കിലും 5 വർഷത്തിന് കൂടി കവാത്ത് ചെയ്യുന്നുണ്ടല്ലേ? 60 വർഷത്തിനുള്ളിൽ നമുക്ക് പുതിയതാകുകയും ചെയ്യുന്നുണ്ടല്ലേ? പുതിയത് അന്നേരം നമ്മൾ പറിക്കും. തേയില പറിച്ചിട്ട് പിന്നെ വേറെ കട്ടിങ് ചെടിയോ കൊട്ട തൈയോ കൊണ്ട് വയ്ക്കും. വച്ചിട്ട് അത് പിന്നെ നല്ല കൊണ്ടുവരും. അപ്പോൾ ഇതിന്റെ തൈയൊക്കെ നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? നമ്മൾ നേഴ്സറി ഉണ്ട്. ഒരിടത്ത് വെച്ചേക്കും. അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നു. കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങളിവിടെ പടയാൻ 1000 തൈ എടുത്തുകൊണ്ട് വെച്ചത്. അപ്പോൾ ഈ നഴ്സറിയിൽ അത് ഉണ്ടാക്കുന്നത് അതിന്റെ വിത്തിൽ നിന്നാണോ അതോ? വിത്ത് കൊണ്ടും ഉണ്ടാക്കും, കട്ടിങ്ങും കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്കത് ഒത്തിരി സ്ഥലമൊക്കെ വേണം. ഒത്തിരി സ്ഥലം വേണം. അതിനായിട്ട് ആളെ ഇടണം. എസ്റ്റേറ്റിലൊക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യണം. എസ്റ്റേറ്റിലാകുമ്പോൾ അവർ സ്വന്തമായിട്ട് ഇതുവരെ 300 നിന്നൊക്കെ തൈ കൊണ്ടുവരും. അവിടെ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് അവിടെ നിന്ന് ഇവിടെ ഏജന്റുമാർ കൊണ്ടുവരും. തേയില നടുന്ന സമയത്ത് നടുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? എങ്ങനെ എസ്റ്റേറ്റിൽ അതായത് തേയിലത്തെ തൈ നടുന്ന സമയത്ത് നമ്മൾ നടുന്ന കുഴി എടുക്കണം. കുഴി എന്ന് വെച്ചാൽ നമ്മൾ 2 അടി 3 അടി ആഴത്തിൽ കുഴി എടുക്കും. കുഴി എടുത്തിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കവറോടെ എടുത്തിട്ട് അതിനകത്ത് വെച്ച് അടച്ച് പിന്നെ കമ്പ് താന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 4 പക്കം കമ്പൊക്കെ വെച്ച് കെട്ടും. പിന്നെ അത് വെള്ളം നനച്ചു കൊടുക്കും. അന്നേരം മഴക്കാലമായിരിക്കും. അങ്ങനെ വെച്ചിട്ട് ഒരു 6 മാസം വളർന്നിട്ട് ഇച്ചിരി നമ്മുടെ തേയിലയ്ക്കൊപ്പം വരുമ്പോൾ അത് കട്ട് ചെയ്ത് വിടും. പിന്നെ അത് ചെടി വിരിഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ്. അത് ഒരു 2 വർഷമാകുമ്പോൾ അത് അതേ തേയിലയായിട്ട് പോലെ കടന്നു വരും. അപ്പോൾ നമ്മളിപ്പോൾ ചെടി നട്ട് കഴിഞ്ഞാൽ അത് വിളവെടുക്കാനായിട്ട് എത്ര വർഷം എടുക്കും? 2 വർഷം. 2 വർഷം. 2 വർഷമാവും. ഒരു വർഷം നമ്മൾ 6 മാസം ആകുമ്പോഴേ വിടാം. നിരപ്പ് പൊക്കമായിട്ട് ഒരു മരം പോലെ പോകാണ്ടിരിക്കാൻ വേണ്ടി അല്ലേ? നിരപ്പായിട്ട് വരാൻ വേണ്ടി ഇടയ്ക്ക് വെട്ടി വിടണം. കട്ട് ചെയ്ത് വിടും. അപ്പോൾ അത് അതിൻ്റെ ഉയരം നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ അത് 1 വർഷം 2 വർഷം ആകുമ്പോൾ ചെടി പടർന്ന് അതുപോലെ. പിന്നെ വേറെ എന്തൊക്കെ കൃഷി ചെയ്യുന്നത്? വേറെ ഞങ്ങൾ ഇടയ്ക്ക് വാളയൊക്കെ ഉണ്ട്. നമ്മുടെ അത്യാവശ്യത്തിനുള്ള നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ടല്ലേ? കുരുമുളകുണ്ടോ? കുരുമുളക് അത് എപ്പോഴും വർഷത്തിൽ ഒന്നല്ലേ കിട്ടുള്ളൂ. അത് വെയിലത്ത് ഉണങ്ങിപ്പോയാൽ പോയത്. അതിപ്പോൾ തേയിലയ്ക്ക് ഇടയ്ക്ക് കൂടെയാണ് ഇടയ്ക്ക് മുറുക്കൊക്കെ വെച്ചിട്ട് മരം കാണുമല്ലോ, ആ മരത്തിൻ്റെ കൂടെ പൊടി വെച്ച് കയറ്റി വിടും. ഏലത്തിനും നനയ്ക്കാനായിട്ട് തോട്ടിലെ വെള്ളമുണ്ട്. ഞങ്ങൾ കിണറ്റിൽ പറമ്പിൽ തന്നെ കിണർ കുത്തിയിട്ടുണ്ട്. ഏലത്തിന് എരമ്പ് കിട്ടാൻ വേണ്ടി മരങ്ങളൊക്കെ ഉണ്ടോ? മരമൊക്കെ ഉണ്ട്. വേമ്പ് നമ്മൾ വേമ്പ് തൈയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വേമ്പാണല്ലേ? വേമ്പ് അതിൽ കൊടിയിട്ടിട്ടുണ്ടോ? അതിലാ കൊടിയിട്ട് വിടുന്നത്. കൊടി വിടുന്നുണ്ട്. പിന്നെ അവിടെ വെള്ളമില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കിണറുണ്ട്.
ഇവിടുന്ന് വെള്ളം അടിച്ചുകൊണ്ട് പോകും. അടിച്ചുകൊണ്ട് പോയിട്ട് പമ്പ് ചെയ്ത് അവിടെ നനച്ച് കൊടുക്കുക. പിന്നെ ഏലത്തിന് വളങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഞങ്ങൾ ഈ വേപ്പം പിണ്ണാക്ക് ജൈവ വളങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കും. വാങ്ങിച്ചിടുന്നുണ്ടല്ലേ? അത് വർഷത്തിൽ 2 ട്രിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ. ഏലം നട്ട് കഴിഞ്ഞാൽ അത് വിളവെടുക്കാനൊക്കെ ആകുമ്പോൾ എത്ര സമയം എടുക്കും? 2 വർഷമൊക്കെ ആവും. 2 വർഷമാകും അല്ലേ വിളവെടുപ്പ് തുടങ്ങാനായിട്ട്? ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം വെച്ച് അതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഒരുമാതിരി വിളവെടുക്കും. അടുത്ത വർഷം കിട്ടത്തില്ല. അടുത്ത വർഷം ആകുമ്പോൾ നല്ല വിളവ് സമയമാകും അല്ലേ? ഈ പ്രദേശത്ത് രാവിലെ തണുപ്പ് കൂടിയ പ്രദേശമാണെന്നല്ലേ? അപ്പോൾ അത് ഏലകൃഷിക്കും അതുപോലെ തേയിലകൃഷിക്കും നല്ലതാണെന്ന് തണുപ്പ് കൂടുതലുള്ളത് അല്ലേ? നല്ല ഈ തണുപ്പ് നല്ല ഈ തണുപ്പിന് നല്ല കൊളുന്ത് വരും. മഞ്ഞല്ലേ? അതെ അതെ. മഞ്ഞിന് ഇപ്പം മഴയില്ലാത്ത കൊണ്ട് മഞ്ഞുണ്ട്. ഈ മഞ്ഞ് കൂടുതലുള്ളടത്താന്ന് തോന്നുന്നു. നല്ല കൊളുന്തുണ്ട്. തേയിലകൃഷി കൂടുതൽ ചെയ്യുന്നത് ഇങ്ങനെ തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളാണെന്നല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഞാനുണ്ട്, ഭർത്താവുണ്ട്, മകനുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. അവർക്ക് എൻ്റെ അമ്മയുണ്ട്. അതല്ലേ? ഇത്രയും വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ ഒരു കൃഷി കൊണ്ട് നമുക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതം ഞങ്ങൾ കൃഷി കൊണ്ട് ഇത്രയൊക്കെ ആയത്. ഞങ്ങൾ എന്നെ കെട്ടിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്നുമില്ലായിരുന്നു. ചെറിയൊരു കൂറപ്പേര മാത്രമേ ഉള്ളൂ. നമുക്ക് കൃഷി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സന്തോഷകരമായിട്ട്. എൻ്റെ ഭർത്താവ് നല്ല ഏത് നേരം കൃഷിക്കകത്ത് കിടക്കും. അപ്പം അതിൻ്റെ ഒപ്പം ഞാനും കൂടെ പോയി ചെയ്യും. നന്നായിട്ട് അത് ചെയ്യാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ കൃഷി ലാഭകരമായിട്ടും സന്തോഷകരമായിട്ടുള്ള ജീവിതം. വലിയ പഠിത്തമൊന്നും പഠിച്ചിട്ടില്ല. 2 പേര് പഠിച്ചിട്ടില്ല. ഞങ്ങൾ കെട്ടിക്കൊണ്ടുവന്നു അതിരുന്ന് കൃഷി വാങ്ങിച്ചിട്ട് അതിന് കൊണ്ടുപോയത്. നമ്മുടെ മനസ്സനുസരിച്ച് പിന്നെ പശുക്കളുണ്ടായിരുന്നു. അതുങ്ങളും വെച്ച് ഇപ്പോഴും പശു കൃഷി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പശു ഇവിടെ വന്നിട്ട് പശു വളർത്താൻ പറ്റിയല്ല. അതുകൊണ്ട് പശു ഇപ്പൊ ഇല്ല. നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണി ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പീരുമേട് കല്ലാർ പുതുവല്ലിലെ കർഷകയായ ശ്രീമതി പുഷ്പറാണിയുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ജൈവ കീടനാശിനികൾ കാർഷിക മേഖലയിലെ ചിലവേറിയതും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഉൽപ്പാദനോപാധിയായി കീടനാശിനികൾ ഇന്ന് മാറിയിട്ടുണ്ട്. ഈ രാസകീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗം മിത്രകീടങ്ങളുടെ വിനാശത്തിനും പരിസര മലിനീകരണത്തിനും കീടനാശിനികൾക്കെതിരെ കീടങ്ങൾ പ്രതിരോധശക്തി ആർജിക്കുന്നതിനും ഉൽപ്പന്നങ്ങളിൽ അവശിഷ്ട വിഷാംശം തങ്ങി നിൽക്കുന്നതിനും അപ്രധാന കീടങ്ങൾ പ്രധാന കീടങ്ങളായി മാറുന്നതിനും കാരണമായി തീർന്നിരിക്കുന്നു. അമിതമായ കീടനാശിനി പ്രയോഗം ക്യാൻസർ, ത്വക്ക് രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, അലർജി തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നു. രാസകീടനാശിനികളോ കുമിൾനാശിനികളോ പ്രയോഗിച്ചാലേ കീടരോഗ നിയന്ത്രണം സാധ്യമാകൂ എന്നൊരു ധാരണ പല കർഷകർക്കുമുണ്ട്. ശരിയായ അളവിലും കീടബാധ ആരംഭിക്കുന്ന സമയത്തും പ്രയോഗിച്ചാൽ ജൈവ കീടനാശിനികളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. പല സസ്യങ്ങളും കീടനശീകരണ ശേഷിയുള്ള പദാർത്ഥങ്ങളുടെ സമൃദ്ധമായ കലവറയാണ്. കീടനശീകരണ ശേഷിയുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്ന ചെടികളിൽ പ്രധാനപ്പെട്ടവ ആര്യവേപ്പ്, മലവേപ്പ്, പുകയില, വയമ്പ്, ആടലോടകം, കരിനൊച്ചി, കടലാവണക്ക്, പാണൽ, നാറ്റപ്പൂച്ചെടി, ജമന്തി, ചെമ്പകം, കൊങ്ങിണി, തുളസി, രാമച്ചം, മാരിഗോൾഡ്, ഇഞ്ചിപ്പുല്ല്, വെളുത്തുള്ളി, ജീരകം, ഉലുവ, കുരുമുളക്, മഞ്ഞൾ, മുരിങ്ങ, പൊങ്ങൻ, ബൊഗൈൻവില്ല, ചെത്തി, കീഴാർനെല്ലി, തുമ്പ, കാന്താരിമുളക് തുടങ്ങിയവയാണ്. ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ഇത്തരം ജൈവ കീടനാശിനികൾ എങ്ങനെ തയ്യാറാക്കി പ്രയോഗിക്കാമെന്ന് ഇനി പറയാം. വേപ്പെണ്ണ എമൾഷൻ പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കൾ, ചിത്രകീടം, വെള്ളീച്ച, പയർപ്പേൻ എന്നിവയ്ക്കെതിരെ ഫലപ്രദം. വേപ്പെണ്ണ എമൾഷൻ തയ്യാറാക്കുവാൻ 1 ലിറ്റർ വേപ്പെണ്ണയ്ക്ക് 60 ഗ്രാം ബാർ സോപ്പ് വേണം. 1/2 ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് പതപ്പിച്ചെടുത്ത ബാർ സോപ്പ് ലായനി വേപ്പെണ്ണയുമായി ചേർത്ത് ഇളക്കണം. ഇത് 40 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികളിൽ തളിക്കാൻ.
നാറ്റപ്പൂച്ചെടി എമൾഷൻ. വിവിധ വിളകളുടെ പ്രധാന ശത്രുവായ മുഞ്ഞകളുടെ നിയന്ത്രണത്തിന് ഇത് ഫലപ്രദമാണ്. നാറ്റപ്പൂച്ചെടിയുടെ ഇളം തണ്ടും ഇലകളും അരച്ചു പിഴിഞ്ഞ് ചാറെടുക്കുക. 60 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത ലായനി 1 ലിറ്റർ ചാറുമായി ചേർത്തിളക്കി എമൾഷൻ ഉണ്ടാക്കാം. ഇത് 10 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് പ്രയോഗിക്കാം. വേപ്പിൻ കഷായം. 1 ലിറ്റർ കഷായം തയ്യാറാക്കുന്നതിന് 20 ഗ്രാം വേപ്പിൻ പരിപ്പ് വേണം. 30 ഗ്രാം ഉണങ്ങിയ കായ്കളിൽ നിന്നും ഇത്രയും പരിപ്പ് ലഭിക്കും. സാധാരണയായി 0.1 മുതൽ 0.3% വീര്യത്തിലാണ് ഇവ പ്രയോഗിക്കുന്നത്. 0.1% വീര്യത്തിൽ തളിക്കാൻ 1 ഗ്രാം വേപ്പിൻകുരു പൊടിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം. വേപ്പിൻകുരു പൊടിച്ചത് ഒരു തുണിയിൽ കെട്ടി വെള്ളത്തിൽ 12 മണിക്കൂർ മുക്കി വയ്ക്കണം. പിന്നീട് കിഴി പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഇതിലെ സത്തു മുഴുവൻ വെള്ളത്തിൽ കലർത്തുക. ചെടികളുടെ ഇല, കായ് എന്നിവ കാർന്നു തിന്നുന്ന പുഴുക്കൾ, പച്ചത്തുള്ളൻ എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ്. ആര്യവേപ്പിൻ്റെ ഇലയിൽ നിന്നും കഷായമുണ്ടാക്കാവുന്നതാണ്. ഇതിനായി 100 ഗ്രാം പച്ചില 5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുകയും തണുത്ത ശേഷം അരിച്ചെടുത്ത് ചെടികളിൽ പമ്പ് ഉപയോഗിച്ച് തളിക്കുകയും ചെയ്യാം. മണ്ണെണ്ണ കുഴമ്പ്. ബാർ സോപ്പും മണ്ണെണ്ണയുമാണ് പ്രധാന ചേരുവകൾ. 250 ഗ്രാം ബാർ സോപ്പ് ചെറുതായി അരിഞ്ഞ് 2 ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം ലയിപ്പിക്കണം. ലായനി തണുത്ത് കഴിയുമ്പോൾ 4.5 ലിറ്റർ മണ്ണെണ്ണ ഇതിലേക്ക് കലക്കി യോജിപ്പിക്കണം. ഈ കുഴമ്പ് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് പ്രയോഗിക്കേണ്ടത്. ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ തളിക്കാൻ പറ്റിയ സ്പർശന കീടനാശിനിയാണിത്. പുകയില കഷായം. വില കുറഞ്ഞ പുകയില ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന കഷായം പച്ചക്കറികളിലെ പല കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിന് നല്ലതാണ്. 1/2 കിലോഗ്രാം പുകയില ഞെട്ടോടെ ചെറുതായി അരിഞ്ഞ് 4.5 ലിറ്റർ വെള്ളത്തിൽ മുക്കി 1 ദിവസം വയ്ക്കുക. പുകയില കഷ്ണങ്ങൾ പിഴിഞ്ഞ് മാറ്റി ലായനി അരിച്ചെടുക്കുക. 120 ഗ്രാം ബാർ സോപ്പ് ചീളുകളായി ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് പതപ്പിച്ചെടുക്കുക. ഈ സോപ്പ് ലായനി അരിച്ചെടുത്ത പുകയില കഷായത്തിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക. ഇത് 6 മുതൽ 7 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കാൻ ഉപയോഗിക്കാം. വെളുത്തുള്ളി മിശ്രിതം. 20 ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അരിച്ചെടുക്കുക. ഈ ലായനിയിൽ 4 മില്ലി ലിറ്റർ മാലത്തിയോൺ ചേർത്ത് ഇലയുടെ അടിഭാഗത്ത് ചെറുകണികകളായി പതിക്കുന്ന രീതിയിൽ തളിച്ചാൽ പാവലിൻ്റെയും പടവലത്തിൻ്റെയും പ്രധാന ശത്രുവായ പച്ചത്തുള്ളനെ നിയന്ത്രിക്കാം. വേപ്പെണ്ണ എമൾഷനിലും വെളുത്തുള്ളി ചേർത്ത് ഉപയോഗിക്കാം. കിരിയാത്ത് എമൾഷൻ. കിരിയാത്ത് ചെടികളുടെ ഇളം തണ്ടുകളും ഇലകളും ചതച്ച് നീരെടുക്കുക. 1 ലിറ്റർ നീരിൽ 50 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ചെടുത്ത് യോജിപ്പിക്കുക. ഇത് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ചെടികളിൽ തളിക്കാം. മുഞ്ഞ, വെള്ളീച്ച, ഇലപ്പേൻ തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ വളരെ ഫലപ്രദമാണ്. പാവലിൻ്റെയും പടവലത്തിൻ്റെയും ഇലകളും കായ്കളും കേടുവരുത്തുന്ന വരയൻ പുഴുവിനെയും കൂനൻ പുഴുവിനെയും നിയന്ത്രിക്കാൻ 1 ലിറ്റർ കിരിയാത്തിൻ്റെ ചാറിൽ 1 ലിറ്റർ ഗോമൂത്രം കലർത്തുക. ഇതിലേക്ക് 10 ഗ്രാം കാന്താരി മുളകും അരച്ച് ചേർക്കുക. ഇത് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇലയുടെ അടിഭാഗങ്ങളിൽ തളിക്കുക. കരിങ്ങോട്ടി എണ്ണ എമൾഷൻ. മരച്ചീനി കൃഷിയിലെ ചിതലിൻ്റെ നിയന്ത്രണത്തിന് കരിങ്ങോട്ടി എണ്ണ എമൾഷൻ പ്രയോഗിക്കാവുന്നതാണ്. 60 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. 1 ലിറ്റർ കരിങ്ങോട്ടി എണ്ണ ഈ സോപ്പ് ലായനിയിലേക്ക് ചേർത്ത് എമൾഷൻ ഉണ്ടാക്കി 10 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് മരച്ചീനി തണ്ടിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യാം. വേപ്പെണ്ണ, ആവണക്കെണ്ണ, വെളുത്തുള്ളി മിശ്രിതം. 6 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ ലായനി 20 മില്ലി ലിറ്റർ ആവണക്കെണ്ണയും 80 മില്ലി ലിറ്റർ വേപ്പെണ്ണയും ചേർത്തുണ്ടാക്കിയ മിശ്രിതത്തിലേക്ക് സാവധാനം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക. ഈ എമൾഷൻ 6 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിക്കുക. ഇതിൽ 120 ഗ്രാം വെളുത്തുള്ളി അരച്ച് ചേർക്കുക. മിശ്രിതം അരിച്ചെടുത്ത് ഇലയുടെ അടിഭാഗങ്ങളിൽ തളിക്കുക. മഞ്ഞൾപ്പൊടി, സോപ്പ് പൊടി, പാൽക്കായ മിശ്രിതം. 30 ഗ്രാം മഞ്ഞൾപ്പൊടി, 10 ഗ്രാം സോഡാക്കാരം എന്നിവ ഓരോ ലിറ്റർ വെള്ളത്തിൽ കലർത്തിയെടുക്കുക. നന്നായി ഇളക്കിയെടുത്ത ലായനിയിൽ 10 ഗ്രാം പാൽക്കായം ചേർക്കുക. ഇത് 3 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇലപ്പുള്ളി രോഗം കാണുന്നിടത്ത് പ്രയോഗിക്കാവുന്നതാണ്. ചീരയുടെ ഇലപ്പുള്ളി രോഗത്തിന് ഇത് വളരെ ഫലപ്രദമാണ്. പച്ചക്കറി കൃഷിയിൽ മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനികളുടെ ഉപയോഗരീതി.
മുഞ്ഞ, ഇള. നന്മ എന്ന ജൈവ കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിൽ 7 മുതൽ 10 മില്ലി വരെ ഒഴിച്ച് നന്നായി കലക്കി കീടബാധയുള്ള സസ്യഭാഗങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്യുക. നന്മയ്ക്ക് പകരം ശക്തി എന്ന ജൈവ കീടനാശിനിയും ഉപയോഗിക്കാവുന്നതാണ്. മീലിമൂട്ട, വെള്ളീച്ച. ശ്രേയ എന്ന ജൈവ കീടനാശിനി 7 മുതൽ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിലൊഴിച്ച് നന്നായി കലക്കി കീടബാധയുള്ള സസ്യഭാഗങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞ് 5 മുതൽ 7 മില്ലി നന്മ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഉപയോഗത്തിന് മുൻപ് ജൈവ കീടനാശിനി നന്നായി കുലുക്കുക. സ്പ്രേ ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കിയ ലായനി ഉടൻ ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം ലായനി 2 തട്ടികളിലായി തിരിയും. ജൈവ കീടനാശിനി കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ പൊള്ളൽ പോലുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ടെസ്റ്റ് ഡോസ് നടത്തി 1 ഇലയിൽ മാത്രം. ജൈവമിശ്രിതത്തിൻ്റെ വീര്യം ക്രമപ്പെടുത്തുക. തളിക്കാവുന്ന പച്ചക്കറി വിളകൾ: മുളക്, പയർ, തക്കാളി, പാവൽ, പടവലം, ചുരയ്ക്ക, കോവൽ, കത്തിരി, വഴുതന, ചേന മുതലായവ. കാർഷിക അറിവുകൾ, ശ്രീമതി പുഷ്പറാണിയുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻ പ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.